അങ്ങനെ പുളി പൊട്ടിക്കല് കഴിഞ്ഞു കേട്ടോ. അത് കറിക്ക് വേണ്ടിയിട്ടാണ് പുളി പൊട്ടിക്കുന്നത്. പിന്നെ പുളി പൊട്ടിക്കല് കഴിഞ്ഞു. ചെറിയ പുളി വലിയ പുളിയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് കറിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ പുളി പൊട്ടിച്ച് കഴിഞ്ഞ് ഇത് കൊണ്ടുനടക്കാം. കറി വെക്കട്ടെ പോയിട്ട് കേട്ടോ. നമ്മുടെ പ്ലാവിന് തടെടുക്കാൻ പോണ്. ഇത് മോട്ടറടിക്കുമ്പോൾ വെള്ളമൊക്കെ പുറത്തേക്ക് പോണ കാരണം കുറച്ച് തടെടുത്ത് കൊടുക്കാൻ നോക്കും. ചക്കയൊക്കെ ഉണ്ടായി കുറച്ച് ഒരെണ്ണം കിട്ടി. ഒരു ചക്ക കിട്ടി. ഈ 2 ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ലാണ്ട് ചക്കയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചു. നല്ല മധുരമുള്ള ചക്കയാണ്. അങ്ങനെ നമ്മളെ പ്ലാവ് കൊണ്ട് തടർത്തുണ്ട്. അതിന് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോണ. ഉണ്ണി കണ്ണാവാ നമ്മുടെ മോനെ കൊണ്ട് നമ്മുടെ അപ്പച്ചനെ എത്തിച്ചതാണ് കേട്ടോ. ഈ നിലയ്ക്കായി പ്ലാവ്. ചക്കയ്ക്ക് നന്നായി ഉണ്ടാവുന്നുണ്ട്. ഒരു ചക്ക ഞങ്ങൾ കഴിച്ചു കൊല്ലത്തെ. ഓക്കെ, ഞങ്ങളെ കുരുമുളക് കവുമ്പ് വെച്ചിട്ടുണ്ട്. കവുമ്പത്തെ കുരുമുളക് ഇത് മാത്രം അങ്ങോട്ട് വലുതായിട്ടില്ല. പിന്നെ വലുതാണ്ട് വെക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല. എല്ലാം കവുമ്പും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുരുമുളക് പൊട്ടിച്ച് അവിടെ ഇവിടെ വീണ് കിടക്കുന്നത് കണ്ടില്ല. ഇപ്പൊ കുരുമുളക് ഉണങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം മരം മുറിക്കുമ്പോ അതിന് പൊട്ടി വീണതാണ്. ഞങ്ങൾ കണ്ടില്ല. പറക്കി വെക്കാൻ പോവാണ്. നമ്മുടെ ഭാര്യ തുണി അണക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകംപൂട്ട് വെച്ചിട്ടുണ്ട്. അതുവരെ കെട്ടിയിട്ടില്ല, കെട്ടണം. അപ്പോ ഞങ്ങളതൊന്ന് രൂപ ഇട്ട് കെട്ടാന്ന് വെച്ചിട്ടാണ്. ഇനി ഒന്ന് ശാഖകൾ വരാനുണ്ട്. ഞങ്ങള് പൊടിച്ച് വരുന്നതിന്റെ മുകളിൽ ടയർ വെച്ച് കെട്ടണ പരിപാടിയുണ്ട്. അത് ചെയ്തിട്ട് ഇതുവരെ അത് ചെയ്യണം. ഇത് നമ്മുടെ മുരിഞ്ഞാണ് കേട്ടോ. മുരിഞ്ഞ ഇത് നന്നായി വലുതായി വന്നതാണ്. ഇവിടെ ഒരു മരം വെട്ടിയപ്പോ ഇതിന്റെ എല്ലാം പൊട്ടിപ്പോയി. ഇത് വീണ്ടും ഇപ്പൊ പൊടിച്ചു വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പൊടിച്ചു വരുന്നുണ്ട്. ഇത് നമ്മുടെ റംബുട്ടാന്റെ തൈയാണ് കേട്ടോ. ഇത് അതിന്റെ മുകളിലൊക്കെ മരം വീണിട്ട് ആകെ നാശമായി. വീണ്ടും ഒന്ന് നന്നായി വരുന്നുണ്ട്. ആ പൂച്ച കുറെ നേരമായി ഇതിന്റെ മോളെ ലൈനടിക്കുന്നു. നമ്മള് വിറ്റില കാണിക്കാൻ പോകണ്ട. ഇത് വിറ്റില അത്ര കുരുമുളകല്ല കേട്ടോ. ഇത് കുരുമുളകല്ല, വിറ്റിലയാണ്. ഇത് ഉണങ്ങി വെള്ളം ഒഴിക്കാണ്ടാകുമ്പോ ഇതിനിടയ്ക്ക് ഉണങ്ങും. നന്നായി പൊടിച്ചു വന്നതാണ്. ഇപ്പോ ആകെ വാടി അടങ്ങി. വെള്ളം ഒഴിക്കൽ കുറവാണ്. ഇപ്പോ വെള്ളം മോട്ടടിച്ച് നനയ്ക്കണം. ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റംബുട്ടാനാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം കുറെ പൂത്ത് കുറെ ഉണ്ടായി. അതൊക്കെ കൊഴിഞ്ഞു പോയി. കൊല്ലത്തെ കേസ് എങ്ങനെയാണെന്ന് അറിയില്ല. പൂത്തുണ്ട് കേട്ടോ. ഇത് നമ്മളെ പേരയ്ക്കാണ് കേട്ടോ. ഇത് ഇത്രയ്ക്ക് വലിപ്പുണ്ടാവണം. വലിയ വലിപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരെണ്ണം കിട്ടിണ്ടേ. നല്ല ടേസ്റ്റുള്ള പേരയ്ക്കാണ്. അത്രയ്ക്ക് വലിപ്പമുള്ള വലിയ വലിപ്പൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ജാതി കേട്ടോ. എല്ലാം കൊല്ലം നന്നായി ഉണ്ടാവണം കേട്ടോ. ഇക്കൊല്ലം എന്താണ് പറ്റിയെന്ന് അറിയില്ല. അങ്ങനെ കൊല്ലം ഉണ്ടാവുന്നതല്ലാത്തതുകൊണ്ട് അധികമൊന്നും ഇല്ല. കുറച്ച് ചെടികൾ കേട്ടോ. ചിലത് പാടിയുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. വെള്ളം ഒഴിക്കണേ. അങ്ങനെ കുറച്ച് ചെടികളുള്ളൂ. അതിന് കുറെ ആക്കണം. അങ്ങനെ പണി കഴിഞ്ഞാലും പോകുമ്പോ ഒരു സാധനത്തിനെ കിട്ടിയിട്ട് അതിനെ കൊണ്ട് പോവാണേ. നമ്മൾ പഴയ കാലത്തൊക്കെ ചെറിയ കുട്ടികള് ഇങ്ങനെ രസമായ കാഴ്ചകൾ കാണാം. പഴയ കാലത്തൊക്കെ ഈ പാളയിൽ വെച്ച് കൊണ്ടുപോകണം കുട്ടികളെ. അങ്ങനെ അത് തീരുമാനമായി. അത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചെടി നനയ്ക്കൽ കഴിഞ്ഞു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.